ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്താലോ? ആദ്യം നമ്മൾ ലൈനിങ് പീസാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല പീസ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കട്ട് പീസും കൂടെ വെക്കുന്നുണ്ട്. അത് ക്യാൻവാസ് നമ്മൾ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ക്യാൻവാസിലാണ് നമ്മൾ കഴുത്ത് വരച്ചിരിക്കുന്നത്. ആ വരയിൽ കൂടെ തന്നെ അടിച്ചാൽ പിന്നെ തുമ്പിൻ്റെ പ്രശ്നമോ വീനക്ക് വളഞ്ഞു പോകുന്നുള്ളതോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ പേപ്പർ ക്യാൻവാസ് ആയത് കാരണം നമുക്ക് അതിന് കൂടെ അടിച്ചെടുക്കാനും സുഖമാണ്. ഇത് നടുവശം നമ്മൾ കട്ട് ചെയ്ത് കളയുക, ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക, അത് തിരിച്ചിട്ടിട്ട് നമ്മൾ നല്ല വൃത്തിക്കൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് മേലടി കൊടുക്കുക. വീനെക്കിന് ആലിയ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലേസ് പിടിപ്പിക്കലുണ്ട്. ലേസ് പിടിപ്പിച്ചാലാണ് ആലിയ കട്ട് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. ഇത് പിന്നെ ഒരു സാരി പീസ് കൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേസൊന്നും വെച്ചിട്ടില്ല, ചെറിയ കുട്ടിക്കുള്ളതാണ്. ലൈനിങ്ങും നല്ല പീസുമായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ബാക്ക് പീസും അതുപോലെ തന്നെയാണ് വെക്കുന്നത്. സെയിമാണ്, 3 പീസ് വയ്ക്കുക, ക്യാൻവാസ് വയ്ക്കുക, നമ്മൾ ആ വരയിൽ കൂടെ അടിച്ചെടുക്കുക. ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക. ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കാൻ നമ്മൾ ഷോൾഡറും കൂടെ കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച മുൻപീസ് എടുക്കുക. നല്ല വശവും കൂട്ടി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുക. ഷോൾഡർ കൂട്ടി യോജിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമ്മൾ റെഡിയായി വരുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ടുണ്ടാവും. നല്ല നൈസ് തുണിയായത് കാരണമാണ് അങ്ങനെ ആവുന്നത്. നമ്മൾ ഷോൾഡർ കൂട്ടുക. 2 ഷോൾഡറും അതേമാതിരി തന്നെ ഒരുമിച്ച് വെച്ച് നോക്കുക. എന്നിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഉള്ളിലേക്ക് വെച്ചാൽ വീണ്ടും അത് തെന്നി പോരാൻ സാധ്യത ഉണ്ടാകൊണ്ട് 2-3 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഴിക്കേണ്ടി വരും. അഴിക്കുമ്പോൾ ഈ നൈസ് തുണിയും കൂടി ആയത് കാരണം പിന്നും. അപ്പോൾ നമ്മൾ ആദ്യത്തെ അടിക്കാൻ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ യോക്ക് പാട്ടിൻ്റെ എല്ലാ അടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ താഴ്വശം വെച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടി വെച്ച പീസ് എടുക്കുക. അതിൻ്റെ നടുവിൽ നമ്മൾ നോച്ചിട്ടിട്ടുണ്ട്. ആ വി ഷേപ്പുള്ള സ്ഥലത്ത് നമ്മൾ നോച്ചിട്ടുണ്ട്. ആ നോച്ച് മറ്റേ ഇതിൻ്റെ യോക്ക് പാട്ടിൻ്റെ നോച്ചും കൂടി നമ്മൾ കൂട്ടി വെക്കണം ആദ്യം തന്നെ. അത് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള പീസ് മൊത്തം ആ ഒരു വശത്ത് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞെറിവിട്ട് വരുമ്പോൾ നമ്മൾ ഈ വശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിക്ക് നിൽക്കില്ല, ഒരു വശം ചെരിഞ്ഞാണ് നിൽക്കുക. അപ്പോൾ നമ്മളത് ഒന്നുകിൽ അവിടെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അടിച്ച് വയ്ക്കുക. എന്താണ് നിങ്ങൾ സൗകര്യം അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ അത് അവിടെ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 നോച്ചും ഒരേ ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വശത്തേക്കുള്ളതും അതേപോലെ അടിച്ചെടുക്കുക. ഇത് സാരി പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിന് ലൈനിങ്ങും കൂടി വെക്കണം. ലൈനിങ് നമ്മൾ ഇതേമാതിരി തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. ഇത് സിമ്പിളാണ്, കാണുമ്പോഴുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. എല്ലാവരും വീട്ടിലുള്ള കട്ട് പീസ് വെച്ചിട്ടോ സാരി പീസ് വെച്ചിട്ടോ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടം വേറെ തന്നെയാണ്. അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് ഇത് കാര്യപ്പെട്ട അളവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അളവുകൾ സ്കെയിലും ടേപ്പ് എടുക്കണം കാണുമ്പോൾ എല്ലാവർക്കും പേടിയുള്ളത്. ഇത് നമ്മൾ അളവ് വെച്ച് വെട്ടുക. പിന്നെ ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അളവ് വെച്ചുകൊണ്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് കൂടി വെച്ച് അടിച്ച് തീർക്കുകയാണ്. പിന്നെ നമ്മൾ ബാക്ക് പീസ് ഇതേ തന്നെ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് ബാക്ക് പീസിന് നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് ലോക്ക് ചെയ്തെടുക്കണം. പിന്നിപ്പോൾ ഓരോ സാധ്യത ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. ബാക്ക് പീസും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ലോക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ തുമ്പത്ത് കൂടെ ഒരു അടി ഇട്ട് കൊടുത്താൽ മതി. 2 ലൈനിങ്ങും നല്ല പീസും കൂട്ടി 4 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ പിന്നെ തെല്ലത്ത് കൂടെ ഒരു അടിയും കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ കൈയാണ് പിടിപ്പിക്കുന്നത്. കൈ അടിച്ചു കൊടുക്കുകയാണ്. അത് നല്ല സാവധാനം ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ കൈ വയ്ക്കുമ്പോൾ സാരി പീസായതുകൊണ്ട് തന്നെ അതിങ്ങനെ ചെരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അത്രയും നൈസാണ്. നമ്മൾ 200 രൂപയുടെ സാരിയാണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് പിടിപ്പിക്കുകയാണ്.
കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടും നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ലോക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിച്ചടിയും കൂടിയും കൊടുത്താൽ ഒന്നും കൂടി വൃത്തിക്ക് കിടന്നോളും. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെച്ചിട്ട് പിന്നെ അളവും കൂടെ വെച്ച് ഒക്കെ ഒന്ന് ക്ലിയറാക്കി നോക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് വരയ്ക്കുക. ആദ്യം തന്നെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നല്ല വൃത്തി അളവിലൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല. ഒറ്റ അടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം എല്ലാ പീസും കൂടിയും കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഒറ്റ അടി കൊടുക്കുകയാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് ഷേപ്പ് വയ്ക്കുന്നത്. നമ്മൾ അളവിൻ്റെത് വെച്ച് അത് വരച്ചു കൊടുത്ത് ഷേപ്പാക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസും പേപ്പറും പിന്നെ ടേപ്പും സ്കെയിലൊന്നും എടുത്ത് അളവ് നോക്കണ്ട. നമ്മൾ അളവിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ അളവിൻ്റെ ടോപ്പ് വെച്ചിട്ട് തന്നെ നോക്കിയാൽ മതി. അളവ് നോക്കുമ്പോൾ തെറ്റും വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും തയ്ക്കാൻ പേടി. അളവ് ഇത് വെച്ചിട്ടാണെങ്കിൽ തയ്ക്കാൻ പേടിയില്ലായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അടികൂടി നമ്മൾ മടക്കി അടിച്ചാൽ നമ്മുടെ കുർത്തീൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി പാൻറ്റും കൂടി തയ്ക്കാണ്ട്. പാൻറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇത് അതാ ഫിനിഷായിട്ടുണ്ട്. നമ്മളൊന്ന് അയൺ ചെയ്യും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതിപ്പോൾ മടക്കി വയ്ക്കാം. നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പാൻറ്റും കൂടി അടിച്ചു നോക്കാം. പാൻറ്റ് നമ്മൾ ഇതിൻ്റെ ക്രോച്ച് ഏരിയ കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് നമ്മൾ ഷർട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തുമ്പില്ലാണ്ടാണ് ചെയ്യുന്നത്. രണ്ട് വശവും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് സൈഡാണ് കൂട്ടുന്നത്. സൈഡ് നമ്മൾ ഓപ്പൺ വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നൈസ് തുണി അതിന് ഓപ്പൺ വെക്കാൻ പറ്റുമോ അറിയില്ല. ലൈനിങ് ഒന്നും വെക്കാതെയാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ തേര് വശം നമ്മൾ സൈഡിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ രണ്ട് വശം കൂട്ടി യോജിപ്പിക്കുകയാണ്. മുന്നേ പിന്നെ ബെൽറ്റും ബാക്കിൽ അലാസ്റ്റിക്കുള്ള പോലത്തെ പാൻറ്റാണ് നമ്മൾ തയ്ക്കുന്നത്. ഞാൻ ഒന്നിച്ചാണ് ഇതിന് അലാസ്റ്റിക് ഇടല്. ഓപ്പൺ വെക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് അവിടെ നമ്മൾ അടയാളമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അഴിച്ച് നോക്കണം. പക്ഷെ അത് റെഡി ആകാൻ കിട്ടൂലെന്ന് തോന്നിയോണ്ട് നമ്മൾ മടക്കി അടിക്കുകയാണ്. പിന്നെ നമ്മൾ ബെൽറ്റാണ് ചെയ്യുന്നത്. മുൻവശം നമ്മൾ അലാസ്റ്റിക് ഇടാതെയും ബാക്കിൽ അലാസ്റ്റിക് ഇട്ടിട്ട് ആണ് ബെൽറ്റ് തയ്ക്കുന്നത്. ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അലാസ്റ്റിക് ഇടുമ്പോൾ ബെൽറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ട് നമ്മൾ ബാക്കിൽ മാത്രം അലാസ്റ്റിക് ഇടുകയാണ്. നമ്മൾ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇത് ചെയ്യുന്നത്. ബാക്ക് വശത്തേക്ക് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അലാസ്റ്റിക് എടുത്തത്. ഒരു 10 ഇഞ്ചോളം മുൻവശത്ത് നമ്മൾ ബെൽറ്റിന് ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അലാസ്റ്റിക് ഇടുന്നുള്ളൂ. നമ്മൾ അലാസ്റ്റിക് ഇട്ട് മുന്നത്തെ ഇതിന് 10 ഇഞ്ച് കണക്കാക്കിയിട്ട് ആ വശത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ അലാസ്റ്റിക് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചടിച്ച് പോയാൽ പിന്നെ അവിടെ അടിക്കാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള അലാസ്റ്റിക്കും കൂടി നമ്മൾ പിന്ന് ഉപയോഗിച്ചിട്ട് ഇടുകയാണ്. നമ്മൾ ലാസ്റ്റ് എത്തിയിട്ട് പിന്ന് നീക്കം ചെയ്തതിന് ശേഷം വലിച്ചു വെച്ചിട്ട് വീണ്ടും ബെൽറ്റിൻ്റെ അതേ അളവിൽ ഒന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മുന്നിൽ ബെൽറ്റും ബാക്കിൽ അലാസ്റ്റിക്കും ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ വേറെ വേറെ പീസ് വെച്ച് പിടിപ്പിക്കുകയും അല്ലെങ്കിൽ അലാസ്റ്റിക് പുറത്തേക്ക് കാണുക അങ്ങനെയൊന്നും വേണ്ട. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,